നിരവധി പ്രശ്നങ്ങൾ ഉയർത്തുന്നതിനെ തുടർന്ന് ഇ വിസ പ്രാബല്യത്തിൽ വരുത്താനുള്ള പദ്ധതി നീട്ടിവെക്കുവാൻ ഹോം ഓഫീസ് തയ്യാറെടുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ബ്രിട്ടനിൽ താമസിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനും അവകാശമുള്ളവർക്ക് അവരുടെ ഇ വിസ ലഭിക്കുന്നതിനോ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് തെളിയിക്കുന്നതിനോ കഴിഞ്ഞേക്കില്ല എന്ന് നിരവധി മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടിയതിനു ശേഷമാണ് ഇത്തരമൊരു ആലോചന ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ വരുന്ന ഡിസംബർ 31 മുതൽ ആളുകൾ ബ്രിട്ടനിൽ ജോലി ചെയ്യുന്നതിനും താമസിക്കുന്നതിനുമുള്ള തെളിവായും അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിക്കുന്നതിനും ഫിസിക്കൽ ബയോമെട്രിക് കാർഡുകൾക്ക് പകരമായി ഈ വിസ കൊണ്ടുവരാനായിരുന്നു സർക്കാർ ആലോചിച്ചിരുന്നത്. ബ്രിട്ടനിൽ ആരൊക്കെ താമസിക്കുവാനും ജോലി ചെയ്യുവാനും പഠിക്കാനും വരുന്നുവെന്നത് വ്യക്തമായി അറിയുന്നതിനും അവർക്ക് മേൽ നിയന്ത്രണം ഉറപ്പാക്കുന്നതിനുമായി ഈ വിസ എന്ന നിർദ്ദേശം ആദ്യമായി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ഏപ്രിലിൽ മുൻ സർക്കാരിന്റെ കാലത്താണ്. അതിർത്തി സുരക്ഷ ഉറപ്പാക്കുക, ഇമിഗ്രേഷൻ സിസ്റ്റം ദുരുപയോഗം ചെയ്യുന്നത് തടയുക എന്നിവയും ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നു. എന്നാൽ അപേക്ഷിച്ചിട്ടും ഈ വിസ കിട്ടാതിരുന്ന നിരവധി പേരാണ് പരാതികളുമായി രംഗത്തെത്തിയത്. ഇതോടെ IT പ്രശ്നങ്ങൾ കാരണം നിരവധി പേർ തെരുവിലാകുമെന്ന ആശങ്കയാണ് ഇത് ഉയർത്തിയിരിക്കുന്നത്. പരസഹായമില്ലാതെ ഈ വിസ നേടുവാൻ കഴിയാത്തവരെ സഹായിക്കുന്നതിനായി നിരവധി സംഘടനകൾക്കായി ഹോം ഓഫീസ് 4 മില്യൺ പൗണ്ട് നീക്കിവെച്ചിരുന്നു. അതുപോലെ ഈ വിസയെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം ഉണ്ടാക്കുന്നതിനായി ദേശീയ തലത്തിൽ തന്നെ ഒരു പ്രചരണത്തിന് ഈ ആഴ്ച തുടക്കം കുറിക്കുന്നുമുണ്ട്. എന്നിരുന്നാലും ഇത് നടപ്പിലാക്കുന്നത് നീട്ടിവെക്കുന്നതിനാണ് ഇപ്പോൾ മൈഗ്രേഷൻ മിനിസ്റ്റർ സീമ മൽഹോത്ര ശ്രമിക്കുന്നത് എന്നാണ് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.